കേരളീയരെ ഏറെ പരിഭ്രാന്തിയിലാക്കിയ ഒരു അസുഖമായിരുന്നു നിപ്പ വന്നൊരു സമയത്ത്. ആക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ആക്കിക്കൊണ്ടിരിക്കുന്നു പറയണം അല്ലേ? കാരണം ഇപ്പം നിപ്പ വന്നിട്ട് ഈ നിപ്പ മാറി എന്ന് പറഞ്ഞാൽ ഫലം നെഗറ്റീവാണ്. പക്ഷേ എന്നാലും അവർ ഗുരുതരമായ ചില പ്രതിസന്ധികളെ നേരിടുന്നു. അതിപ്പോൾ പുതിയൊരു നിപ്പയുടെ ഒരു പുതിയൊരു എഫക്റ്റ് കേരളത്തിൽ കാണുന്നു എന്നാണ് പറയുന്നത്. അതായത് നിപ്പ വന്നിട്ട് വരുന്നു, ചില വന്നവരൊക്കെ മരിക്കുന്നുണ്ട്, നല്ല ശതമാനം മരണനിരക്ക് കൂടുതലാണ്. തലച്ചോറിനെയാണ് നിപ്പ വൈറസ് ബാധിക്കുന്നത്. കേരളത്തിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് നിപ്പ വൈറസിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പറയുന്ന ഈ വീഡിയോ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് കാണണം എന്ന് ആമുഖം പോലെ പറയുകയാണ്. കാരണം ഇതിപ്പോൾ രാഷ്ട്രീയമൊന്നുമില്ല, വളരെ ഗുരുതരമായ നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു ആരോഗ്യവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, ജീവനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണണം, പൂർണ്ണമായി കാണണം. അതായത് നിപ്പ വരുന്നു, നിപ്പ ചികിത്സിക്കുന്നു. നിപ്പ ഗുരുതരമായി നമ്മളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ശ്വാസകോശ തടസ്സം, റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ്, ശ്വസന വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. പിന്നീട് തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇതാണ് നിപ്പയുടെ ഒരു മാരകാവസ്ഥ. അതിനുശേഷം കുറച്ച് പേർ മരിച്ചു പോകുന്നു, കുറച്ച് പേർ റിക്കവർ ചെയ്തു. പക്ഷേ ഈ ടിറ്റോ ജോസഫ് എന്നൊരു ചെറുപ്പക്കാരൻ, 25 വയസ്സാണ്. അയാൾ മംഗലാപുരത്തെ മർദ്ദലയിലുള്ളതാണ്. അയാൾക്ക് നിപ്പ ഓഗസ്റ്റ് 2023 നിപ്പ വന്നു. സെപ്റ്റംബർ ട്രീറ്റ്മെൻറ്റ് എടുത്തു. സെപ്റ്റംബറിൽ നോക്കുമ്പോൾ അയാൾ നെഗറ്റീവായിട്ട് നവംബർ വരെ ക്വാറൻറ്റൈനിൽ കഴിഞ്ഞു. അതിനുശേഷം പുള്ളി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇയാൾക്ക് തലവേദന, മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഡിസംബർ ആയപ്പോഴത്തേക്ക് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു, കോമയിലേക്ക് പോയി. 19 മാസമായി ഈ ചെറുപ്പക്കാരൻ ടിറ്റോ ജോസഫ് കോമയിലാണ്. കാരണം നിപ്പ വൈറസ് വന്നതിന് ശേഷം, നിപ്പ ബാധിച്ചതിന് ശേഷം. അതുപോലെ പെരിന്തൽമണ്ണയിലെ ഒരു സ്ത്രീ, 45 വയസ്സാണ്, അവരുടെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. സാധാരണ ഇതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസും 2 ഡോസ്, പിന്നെ മറ്റു ചില മരുന്നുകളുമാണ്. നിപ്പ വൈറസ് വന്നാൽ നമ്മുടെ കേരളത്തിലെ പ്രോട്ടോകോൾ മരുന്ന് കൊടുക്കുന്നത്, അത് കൊടുത്തു. സ്റ്റെപ്പ് നിറ്റ പ്രോട്ടോക്കോളാണ്. ഇവർക്ക്, ഈ സ്ത്രീക്ക്, അവരും കഴിഞ്ഞ മെയ് മാസത്തിൽ നെഗറ്റീവായി. പക്ഷേ ഇപ്പോഴും അവർ വെജിറ്റേറ്റീവ് കണ്ടീഷനിലാണ്. അതായത് അനങ്ങാൻ കഴിയാതെ, കണ്ണ് തുറക്കാതെ, ഓർമ്മയില്ലാതെ കഴിയുകയാണ്. 2 കേസുകളിലും നിപ്പ വൈറസ് മരുന്ന് കൊടുത്ത് മാറി, വൈറസ് പോയി, നെഗറ്റീവായതിനു ശേഷം ഇവർ ഉണരുന്നില്ല. അതായത് തലച്ചോറ് ഉണരുന്നില്ല എന്നാണ് പറയുന്നത്. ന്യൂറോളജിക്കൽ ഇമ്പാക്ട്സ് ഉണ്ടാവുന്നു എന്ന് ഡോക്ടർമാർ. അവരുടെ പ്രശ്നം ഇത്രയാണ്, ശരീരമൊക്കെ ഓക്കെ ആയി, പക്ഷേ ബ്രെയിൻ ഉണരുന്നില്ല. ബ്രെയിൻ ഡെത്തല്ല, ബ്രെയിൻ ഉറങ്ങിക്കിടക്കുകയാണ്, ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് ആയതിനു ശേഷവും ക്ലിനിക്കലി നോക്കുമ്പോൾ സ്റ്റേബിളാണ്. മറ്റവയവങ്ങളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു, തലച്ചോറും പ്രവർത്തിക്കുന്നു. പക്ഷേ തലച്ചോറ് ഓഫാണ്. നമ്മളൊരു മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുന്ന പോലെ ഓഫായിരിക്കുന്നു, അത് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥ ഇപ്പോൾ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഇങ്ങനെ കോമയ്ക്ക് തുല്യമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റുന്നു. അതായത് നിപ്പ വൈറസ് തലച്ചോറിനെ ബാധിച്ചാൽ തലച്ചോറിന് കാര്യമായ ക്ഷതമുണ്ടാക്കും, മാരകമായ ക്ഷതമുണ്ടാക്കുന്നുണ്ട്. നീരുവയ്ക്കലുണ്ടാകുന്നു, ഹെമറേജസ് ഉണ്ടാകുന്നു. ചില ഭാഗങ്ങളിൽ അങ്ങനെ വന്നാൽ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിൽ നീരുവയ്ക്കുകയും ഹെമറേജസ് ഉണ്ടാവുകയും ചെയ്താൽ ആൾ കോമയിലേക്ക് പോകും. എപ്പോൾ എണീറ്റ് വരും എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഈ വൈറോളജിക്കലി ക്യൂർഡ് ആയാലും ബ്രെയിൻ പഴയപടി ആയി വരുന്നില്ല എന്നതാണ് നിപ്പ വൈറസിന് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ മാരകാവസ്ഥ. അപ്പോൾ ഇത് നമ്മൾ മറ്റു രോഗങ്ങളെ പോലെയല്ല. രോഗം വന്നാൽ പനി വന്നു, നമ്മൾ കോവിഡിനെ കരുതി. കോവിഡ് മരണകാരണമായിരുന്നു, ഒരുപാട് പേരുടെ ജീവനെടുത്തു. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും വന്നിരിക്കുന്നു. പക്ഷേ നിപ്പ വന്നങ്ങ് പോയെങ്കിലും നിപ്പയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ കേരളം ഇത് ഗൗരവത്തിലെടുത്തിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ എറണാകുളത്താണ്, എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ അല്ലേ, അതെ. അടുത്ത ജില്ല മലപ്പുറമാണ്, പിന്നെ കോഴിക്കോട്. അപ്പോൾ ഈ കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ പോയി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിപ കാര്യമായി ഈ സംക്രമിക്കാൻ സാധ്യതയുള്ളൊരു രോഗം കൂടിയാണ്. അതിൻ്റെ ഒരു പ്രിക്കോഷൻസ് കേരളത്തിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ടോ? ആലോചിക്കണം. മാസ്ക് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ കോവിഡ് വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കോവിഡ് ഇപ്പോഴും ഉണ്ട്. കോവിഡ് കേരളത്തിലാണ്. മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ ഇപ്പോഴും കോവിഡ് നമ്പർ 1 കേരളത്തിലാണ്. അതിൻ്റെ കൂടെ നിപ്പയും ഉണ്ടായിട്ടും നമ്മുടെ ഈ ആരോഗ്യത്തിലും വ്യക്തി ശുചിത്വത്തിലുമൊക്കെ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന മലയാളികൾ
സിനുവും ഞാനും ഉൾപ്പെടെ, നമ്മളെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഉൾപ്പെടെ ഇതിന് എന്തെങ്കിലും മുൻകരുതൽ എടുക്കുന്നുണ്ടോ? നമ്മളൊരു മാസ്ക് എങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? നമ്മളൊന്നും ചെയ്യാറില്ല. ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ സ്ഥിതി വളരെ മോശമാണ്. നിപ എങ്ങാനും ഇപ്പം മലബാറിൽ മാത്രം, നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മാത്രം ഇതുണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നതിന് ഉത്തരം മെഡിക്കലി ആരും പറഞ്ഞിട്ടില്ല. അല്ല, അവിടെ കുറച്ചുകൂടി ഈ വനമേഖല അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഫ്രൂട്ട്സ് മീൻസ് പഴങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ വനമില്ലേ? അല്ല, കോട്ടയത്ത് ഉണ്ട്. വനമില്ലേ? അല്ല, ഇടുക്കി വനമില്ലേ? അങ്ങനെയല്ല. പത്തനംതിട്ട വനമില്ലേ? അതല്ല, ഒരിടത്ത് വന്ന് ഈ വവ്വാൽ അത് ഭക്ഷിച്ചതിന് ശേഷം അവിടെ തന്നെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്, മറ്റൊരു ഭാഗത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് കോഴിക്കോട് പിന്നീട് ആ മലപ്പുറം അല്ല, ഭാഗത്ത്. ശരി, ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ ഇത് പനി പിടിക്കുന്ന നിപ്പ പിടിപെട്ട ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ. ഉണ്ട്, പ്രൈമറി സെക്കൻഡറി ആ, കോണ്ടാക്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പം അത് നമ്മൾ വുഹാനിലുണ്ടായ വൈറസ് ഇവിടെ വന്നു നോക്കി നിൽക്കെ ലോകം മുഴുവൻ പരന്നു. അതെ. അപ്പം നിപ്പ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേരളത്തിൽ. ഈ വ്യക്തി ട്രെയിനിലൊന്ന് യാത്ര ചെയ്താൽ മതി. എത്ര പേരിലേക്ക് അത് എത്താം? അതീവ ഗുരുതരമായ ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ വീണ ജോർജ് രാജിവെക്കണോ, ആശുപത്രി കെട്ടം പൊളിച്ചത് വീണയാണോ എന്നുള്ള ചർച്ചയ്ക്ക് ഉപരി കേരളം അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്ന തരത്തിലേക്കാണ് മാറുന്നത്. ഇപ്പം നിപ്പ വന്നിട്ട് മാറിക്കഴിഞ്ഞാലും ആളുകൾ കിടന്ന കിടപ്പിൽ, ഒന്ന് ആലോചിച്ചു, കിടന്ന കിടപ്പിൽ ഒരാൾ, ഒരു 25 വയസ്സുള്ള ടിറ്റോ കിടക്കുകയാണ്, ടിറ്റോ ജോസഫ്. അവർക്കുണ്ടാവുന്ന വലിയ സാമ്പത്തിക ചെലവ് അല്ലേ? പിന്നെ അവർ അവരുടെ മകൻ അല്ലെങ്കിൽ സഹോദരൻ ഈ കിടന്ന കിടപ്പിൽ അനക്കമില്ലാതെ, കണ്ണു തുറക്കാതെ, ബോധമില്ലാതെ കിടക്കുന്ന കാണുമ്പോൾ ആ വീട്ടുകാർക്കുണ്ടാകുന്നൊരു പെയിൻ, അതൊരു സാമ്പത്തിക പ്രശ്നമാണ്, സാമൂഹിക പ്രശ്നമാണ്, വൈകാരിക പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ നിപ്പയ്ക്ക് ഇങ്ങനെ വരാം. നിപ്പ ഇപ്പോൾ കോവിഡ് വന്ന് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ലൈഫിലേക്ക് പോയി. നിപ്പ വന്നാൽ അങ്ങനെയല്ല. നിപ്പ വന്നാൽ ഇപ്പോൾ കേരളത്തിൽ 2 പേരെങ്കിലും ഈ വെട്ടിയിട്ട തടി പോലെ അനക്കമില്ലാതെ, ജീവനുണ്ട്, ഹൃദയം തുടിക്കുന്നുണ്ടെന്ന അവസ്ഥ കിടപ്പുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ആരോഗ്യ കാര്യത്തിൽ എടുക്കുന്ന ഒരു അലംഭാവം ഇല്ലേ? അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമുക്കൊക്കെ പനിയുണ്ട്, പനി ഉണ്ടായാൽ പോലും മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ശീലം കുറച്ച് പേർക്കെങ്കിലും കോവിഡ് വന്നതിന് ശേഷം വന്നിട്ടുണ്ട്. എനിക്ക് പനി വന്നാൽ മറ്റുള്ളവർക്ക് വരരുത്. ഇപ്പോൾ കാറിൽ സഞ്ചരിക്കുകയാണ്, കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു തുമ്മൽ വന്നാൽ എന്ത് ചെയ്യും? അതിനകത്തൊരു തുമ്മും. പക്ഷേ കാറിൻ്റെ വിൻഡോ ഒന്ന് താത്തിയിട്ട് പുറത്തേക്ക് തുമ്മിയാൽ പുറത്തേക്ക് സ്പ്രെഡായി, പക്ഷേ പുറത്ത് വലിയൊരു വായു സഞ്ചാരമുള്ള വലിയ മേഖലയിലേക്കാണ് പോകുന്നത്. ഒരു കാറിനടുത്ത് ഇതൊന്ന് തുമ്മിയാലോ എങ്ങനെയാണ്? ആ കാറിലുള്ള ബാക്കിയുള്ളവർക്ക് ഇയാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ പറ്റും. ഇപ്പോൾ ജലദോഷമാണെങ്കിൽ പോലും പകരം. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഈ ആളുകൾ പറയുന്നത്, നമ്മൾ നമ്മൾ രണ്ടുപേരോട് ഇന്ന് സംസാരിക്കുമ്പോൾ തുമ്മൽ വന്നാൽ എന്ത് ചെയ്യും? നമ്മളത് തുമ്മും. പക്ഷേ എത്ര പേരുണ്ട് ഈ കൈ ഇങ്ങനെ എടുത്ത്, ഇപ്പോൾ ഡോക്ടർമാർ പറയുന്ന ഒരു തുമ്മൽ അങ്ങനെ വന്നാൽ മറ്റൊന്നും നമുക്ക് കർച്ചീഫോ ഒന്നും കിട്ടില്ല, കൈ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് തുമ്മണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ സ്പ്രെഡാവും, അധികം പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആരോഗ്യശീലം, നമ്മൾ വലിയ ഹൈജീനാണെന്ന് പറയുന്ന നമ്മൾ പോലും ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയില്ലാത്തവരായി മാറുന്നുണ്ട്. അല്ല, അതിപ്പോൾ ഒരു ശീലം എന്നല്ല, നമ്മൾ ഈ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ കുട്ടികളിലേക്ക് ഇത് ഈ ശീലങ്ങൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ പഠിച്ച സമയത്ത് നമ്മളെ ആരും പഠിപ്പിച്ചിരുന്നില്ല. പിന്നെ നമ്മൾ പലതും കണ്ടു പഠിച്ചതാണ്. ചിലർ മുതിർന്നവർ പറഞ്ഞത്. ഇനിയെങ്കിലും ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ, നല്ല ആരോഗ്യശീലങ്ങൾ, അതെ, നല്ല ആരോഗ്യശീലം, ഒന്ന് തുമ്മുമ്പോൾ എന്താ ചെയ്യേണ്ടത്, തുമ്മുമ്പോൾ മിനിമം മറച്ചു വെച്ചെങ്കിലും, അതെ, പിന്നെ മുഖം കഴുകുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ബാക്കിയുള്ള ഇപ്പോൾ സൂംബ ഡാൻസ് അല്ലെങ്കിൽ മറ്റ് ആരോഗ്യശീലങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ശീലം വെച്ചാൽ അവൻ ചെയ്യുന്ന കണ്ടിട്ട് അവൻ്റെ സുഹൃത്ത് ചെയ്യും, ബാക്കിയുള്ള കുട്ടികൾ ചെയ്യും. അതെ, സ്കൂളിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും സമൂഹത്തിലേക്ക്. സ്കൂളിൽ പഠിക്കും. സ്കൂളിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ പോകുന്നത്, വേടൻ എഴുതിയ പാട്ട് പഠിപ്പിക്കും. അതെ, ഇതൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസം. എല്ലാം രാഷ്ട്രീയമാണ്. പക്ഷെ ജനങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, നല്ല ആരോഗ്യശീലങ്ങൾ, ഇപ്പം പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടാവും. നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും. എല്ലാവരും അതേപോലെ ഒന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ, പൊതുവിദ്യാലയങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങളൊന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, അച്ഛൻ അങ്ങനെ ചെയ്തത്, അല്ലെ അമ്മ ഇങ്ങനെ ചെയ്തത്, ചേട്ടൻ അങ്ങനെ ചെയ്തത്, അങ്ങനെ ആ ശീലം വളർന്ന് വരണം. ഇത് തന്നെയാണ് ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ. ഇപ്പോൾ ഒരു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു മുട്ടായി കൊടുത്താൽ പോലും അവനത് മുട്ടായി കഴിക്കണോ എന്നുള്ളത് സമീപത്ത് വേസ്റ്റ് ബോക്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും അവൻ കഴിക്കുക, അല്ലെ അത് ഇട്ടിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു ശീലം നമുക്കില്ലല്ലോ ഇപ്പോഴും. ഇപ്പോഴും ഇല്ല. ഇതിപ്പോൾ പറയുമ്പോൾ നമ്മൾ നോക്കും, കോവിഡ് വന്നപ്പോൾ നമ്മൾ എത്ര നല്ല മര്യാദരാമന്മാരായിരുന്നു. നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കും, കൈ കഴുകും, സോപ്പ് ഉപയോഗിക്കും. ഇപ്പം കുറച്ച് പേരെങ്കിലും ആ ശീലങ്ങൾ തുടരുന്നുണ്ട്. സാനിറ്റൈസർ, ആദ്യമൊക്കെ സാനിറ്റൈസർ ബാഗിൽ കൊണ്ടു നടക്കുന്ന ആളുകളോട് പിന്നെ സാനിറ്റൈസർ, ഇപ്പൊ കുറെ ആളുകൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്ന കുറെ ആളുകൾ. പക്ഷെ ഒരുപാട് പേര് പഴയ ശീലത്തിലേക്ക് തിരിച്ചു പോയി. ഇതൊന്നും വേണ്ട, കൈ കഴുകുക, അത് ആ ശീലമില്ല. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇങ്ങനെ വെച്ച് തുമ്മിയിട്ട് അടുത്ത് നിൽക്കുന്നവർ ഷെയ്ക്കാൻ കൊടുത്ത് എന്ത് ചെയ്യും? ഇതൊക്കെയാണ്.
അപ്പം നമ്മളിപ്പോൾ നിപ വന്നിരിക്കുന്നു, വീണ്ടും വന്നിരിക്കുന്നു, അത് മലപ്പുറത്തും കോഴിക്കോടും മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നത് വലിയ അബദ്ധമാണ്. അല്ല, ഈ ആരോഗ്യ മേഖലയിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ പുലർത്തണം. കാരണം ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്, നിങ്ങൾ ഇതിനകത്ത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടെ അത് ശരിയാവത്തില്ല എന്നറിയാം. അപ്പോൾ കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന് നമ്പർ 1 സ്ഥാനം പോകത്തില്ലേ? അപ്പോൾ അത് പറ്റില്ലല്ലേ. നമ്മളെന്തിനാണെന്ന് ഈ ഒരു സ്യൂഡോ ക്ലെയിംസ്, വ്യർത്ഥമായ അവകാശവാദങ്ങൾ, വ്യാജമായ അവകാശവാദങ്ങളിൽ അഭിരമിക്കുകയാണ് നമുക്ക് ആരോഗ്യ മേഖലയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ എത്ര ആശുപത്രികളിൽ, ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ 2 പേരുടെ കാര്യം പറഞ്ഞു, 45 വയസ്സുള്ള പെരിന്തൽമണ്ണയിലെ സ്ത്രീയുടെ കാര്യവും പിന്നെ 25-കാരനായ ടിറ്റോയുടെ കാര്യം പറഞ്ഞു. ഈ ആളുകളെ ഈ രോഗം ബാധിച്ചു, അവരുടെ പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിലൊക്കെ സ്റ്റേറ്റിന് വല്ല ഉത്തരവാദിത്തമുണ്ടോ? ഇല്ല. അവരായിട്ട് കൊണ്ടുപോകുന്നതല്ലല്ലോ ഈ രോഗം. സത്യത്തിൽ സർക്കാരല്ലേ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അത് ഇത് ആ വീട്ടുകാർക്കൊരു ബർഡനാവുന്നത്. ഇങ്ങനെ ഒരുപാട് പേർ കേരളത്തിൽ വന്നാൽ എന്തായിരിക്കും? ഈ തലച്ചോർ ഓണാവുന്നില്ല എന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പം നിപ അതീവ ഗുരുതരമാണ്. സർക്കാർ പറയേണ്ടത് ഈ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായും മാസ്ക് ഉപയോഗിക്കണം. ഇതിങ്ങനെ അതിനടുത്തുള്ള ജില്ലക്കാരും മാസ്ക് ഉപയോഗിക്കണം. കേരളത്തിലല്ല, മൊത്തത്തിൽ സർക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ ജപ്പാനിലൊക്കെ മുഴുവൻ ആളുകളും മുഴുവൻ സമയം മാസ്ക് വെച്ച് നടക്കുന്നവരാണെന്ന് പറയാറുണ്ട്. അവർക്ക് മാസ്ക് ഇല്ലാത്ത ഒരാളെ കണ്ടാൽ അവർക്ക് എന്തോ ആശങ്കയാണ് എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ മാസ്ക് വെച്ചിരുന്ന സമയത്ത് ഞാനും മാസ്ക് കോവിഡ് കഴിഞ്ഞ് കുറേ കാലം ഉപയോഗിച്ചു. ആ സമയത്ത് എനിക്ക് ജലദോഷം പോലും വരത്തില്ലായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ആണ്. കാരണം നമ്മൾ ഡസ്റ്റ് പൊടി ഒട്ടും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നില്ല. മാസ്ക് ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. പക്ഷേ എപ്പോഴും പനിയും ഈ ചുമ ജലദോഷം അങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊന്നും ആ കാലത്ത് ഇല്ലായിരുന്നു. അതെ. അപ്പോൾ അതൊരു ശ്രദ്ധ ഇപ്പോൾ വേണ്ടത്. സർക്കാർ വളരെ നിപ കുഞ്ഞുകളിയല്ല. നമ്മൾ പഴവർഗ്ഗങ്ങളൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ കടിച്ച പാടുണ്ടോ എന്നറിയണം. നമ്മൾ പലയിടത്തും പഴവർഗ്ഗങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആപ്പിളല്ല പേരക്കയൊക്കെ വരുന്നുണ്ട്. പേരക്കയുണ്ട്, മറ്റേ റംബൂട്ടാനൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ വാവൽ കടിച്ചതാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അപ്പോൾ ഇതൊന്നും വാങ്ങരുതെന്നല്ല, നമ്മൾ ശ്രദ്ധ വേണം, കൂടുതൽ ജാഗ്രത വേണം. നിപ അതീവ മാരകമായ ഒരു രോഗമാണ്. നമ്മുടെ തൊട്ടടുത്ത ജില്ലകളിലുണ്ട്. അവിടെ നിന്നുള്ള ആളുകൾ നമ്മുടെ ഈ മേഖല സഞ്ചാരപഥങ്ങളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ നാളെ മുതൽ ഈ നിപയുടെയൊക്കെ കെടുതി മാറുന്നു എന്നറിയുന്നതുവരെ ഒരു മാസ്ക് വെക്കുന്നത് നല്ലതായിരിക്കും. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മൾ രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ പോരല്ലോ, സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, സാമൂഹ്യക്ഷേമത്തിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയണം. അതുകൊണ്ട് എല്ലാവരും മാസ്ക് വെക്കണമെന്നാണ്. സിനു, നാളെ മുതൽ ഞാൻ മാസ്ക് വെക്കും. സിനുവോ? ഞാനും വെക്കും. ഷൂട്ടിൻ്റെ സമയത്ത് നമുക്ക് കാണിക്കാം. മാസ്ക് അഴിച്ചു വെച്ചിട്ട് സംസ്കാരം, മാസ്ക് ഇട്ടിരുന്നിട്ട് മാസ്ക് അഴിച്ചു വെക്കാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.